കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ ദേശീയപാതയ്ക്കരികിലെ വെള്ളക്കെട്ടിൽ വീണ് സ്വിഗ്ഗി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. എലത്തൂർ തിരുത്തുകുന്ന് സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെയാണ് ഭക്ഷണ സാധനവുമായി വരികയായിരുന്ന രഞ്ജിത്ത് സഞ്ചരിച്ച ബൈക്ക് തൊണ്ടയാട് ബൈപ്പാസ് കുടിൽത്തോട്ടിലെ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞത്. രാവിലെ നാട്ടുകാരാണ് സ്വിഗ്ഗി ജീവനക്കാരനായ രഞ്ജിത്തിനെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് എത്തി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ക്രെയിൻ ഉപയോഗിച്ചാണ് വെള്ളക്കെട്ടിൽ നിന്നും ബൈക്ക് ഉയർത്തിയത്. ബൈക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചത് എലത്തൂർ തിരുത്തുകുന്നിൽ താമസിക്കുന്ന രഞ്ജിത്താണെന്ന് സ്ഥിരീകരിച്ചത്. സ്വിഗ്ഗി കുന്നമംഗലം സോണിലെ ജീവനക്കാരനാണ് രഞ്ജിത്ത്. പാതിരാത്രിയിലുള്ള ഡ്യൂട്ടി കാരണം ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് സ്വിഗ്ഗി ജീവനക്കാർ പറയുന്നു. രാത്രിയൊക്കെ ഈ ഭാഗത്ത് കൂടെ ഈ റോട്ടിലൂടെ പോകുന്ന അധികം ആളുകളും ഈ ഒരു പ്രശ്നം പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു സിഗ്നലൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഗിഗ് വർക്കേഴ്സാണ് അധികം പാടുപെടുക. ദേശീയപാത നിർമ്മാണത്തെ തുടർന്നാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് ബോർഡോ ക്രാഷ് ബാരിയറോ സ്ഥാപിക്കാൻ ദേശീയപാത അധികൃതർ തയ്യാറായിരുന്നില്ല. അധികൃതർ കാണിച്ച അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നാഷണൽ ഹൈവേന്റെ ഒരു അനാസ്ഥയായിട്ട് തന്നെയാണ് നമ്മൾ അത് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു BBO വെക്കേണ്ട അല്ലെങ്കിൽ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കേണ്ടവരാണ്. ഈ റോഡ് രണ്ട് ദിശയിൽ നിന്ന് എത്തിച്ചേരുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാത്തത് ഹൈവേ അതോറിറ്റിയുടെ ഒരു പോരായ്മ തന്നെയായിട്ടാണ് കാണുന്നത്. അവർ ആ അനാസ്ഥ കൊണ്ടാണ് ഇപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. തൊണ്ടയാട് ബൈപ്പാസ് സ്ഥിരം അപകട മേഖലയാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ വെളിച്ചമില്ലാത്തതും ദേശീയപാത നിർമ്മാണത്തെ തുടർന്നുള്ള വെള്ളക്കെട്ടുകൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാത്തതും അപകടം വർദ്ധിക്കാനുള്ള കാരണമായി തീരുകയാണ്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.